ശിവനെയും ദേവന്മാരെയും തൃപ്തിപ്പെടുത്തി ദിവ്യായുധങ്ങൾ സമ്പാദിക്കുവാനായി അർജുനൻ പോയതിനു ശേഷം വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് അർജുനനെ പറ്റി ഒരു വിവരവും യുധിഷ്ഠിരാദികൾക്ക് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാരദൻ കാവിക വനത്തിലെത്തി. മഹർഷിയെ കണ്ടപ്പോൾ സന്തുഷ്ടരായ പാണ്ഡവന്മാർ അദ്ദേഹത്തെ യഥോചിതം പൂജിച്ച് ആസനസ്ഥനാക്കി. നാരദൻ യുധിഷ്ഠിരനോട് സൗഖ്യാന്വേഷണം നടത്തി. കുശലപ്രശ്നം ചെയ്തു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ മുനിയോട് പറഞ്ഞു, സർവലോക പൂജ്യനായ അങ്ങ് വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. തീർത്ഥയാത്രയുടെ ഗുണവും മഹത്വവും അറിയണമെന്നുള്ള ആഗ്രഹം കുറച്ചുനാളായി മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതേപ്പറ്റി ഭവാൻ എനിക്ക് വേണ്ട വെളിച്ചം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. നാരദൻ മറുപടി പറഞ്ഞു, യുധിഷ്ഠിര, പണ്ട് നിങ്ങളുടെ പിതാമഹനായ ഭീഷ്മർ ഭാഗീരഥീ തീരത്ത് പിതൃവ്രതം സ്വീകരിച്ച് മുനിമാരോടുകൂടി ഇരിക്കുമ്പോൾ മഹാതാപസിയായ പുലസ്ത്യമുനി അവിടെ വന്നു. മുനിയെ കണ്ടപ്പോൾ അത്യന്തം സന്തോഷവാനായ ഭീഷ്മർ നിനക്കിപ്പോഴുണ്ടായ അതേ ആഗ്രഹത്തോടെ പുലസ്ത്യമുനിയോട് ചോദിച്ചു, അല്ലയോ അമരസന്നിഭ, ഭൂമിയെ വലം വെച്ച് തീർത്ഥാടനം ചെയ്യുന്നവർക്ക് എന്താണ് ബലസിദ്ധി ഉണ്ടാവുക? ഈ ചോദ്യത്തിന് പുലസ്ത്യമുനി നൽകിയ മറുപടി എനിക്കറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിന്നോട് പറയാം. വേദങ്ങളിൽ യജ്ഞങ്ങളെപ്പറ്റിയും അവയുടെ ഫലങ്ങളെപ്പറ്റിയും വിശദമായ ഋഷികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യജ്ഞങ്ങൾ വളരെ ധനച്ചെലവുള്ളതാണ്. രാജാക്കന്മാർക്കും അവരെ പോലെയുള്ള സമ്പന്നന്മാർക്കുമല്ലാതെ ദരിദ്രന്മാർക്ക് ചെയ്യുവാൻ കഴിയില്ല. കഴിവ് കുറഞ്ഞവരും ദരിദ്രന്മാരായവരും തീർത്ഥാടനം നടത്തിയാൽ അവർക്ക് യജ്ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പോലെ പുണ്യഫലങ്ങൾ സിദ്ധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പുണ്യമായ തീർത്ഥാടനം യജ്ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ്. തീർത്ഥാടനം ചെയ്യുന്നത് ഏറ്റവും പരിശുദ്ധിയോടുകൂടിയായിരിക്കണം. കൈയും കാലും മനസ്സും എല്ലാം സംയമനം ചെയ്തു വേണം തീർത്ഥാടനം നടത്തുവാൻ. തീർത്ഥാടകൻ ഉള്ളതുകൊണ്ട് തൃപ്തനായിരിക്കണം. അവൻ ക്രോധം വെടിഞ്ഞിരിക്കണം. സത്യശീലനും ദൃഢവ്രതനും സമസൃഷ്ടി സ്നേഹമുള്ളവനുമായിരിക്കണം. അവൻ യാതൊരു വിധത്തിലുള്ള പാപവും ചെയ്യരുത്. അവിഹിത കർമ്മങ്ങളിൽ ഏർപ്പെടരുത്. അല്പമായി ഭക്ഷിക്കുകയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം. ഇപ്രകാരമുള്ള ധർമ്മനിഷ്ഠയോടുകൂടി തീർത്ഥാടനം നടത്തിയാൽ ഇഹത്തിലും പരത്തിലും ഒരുപോലെ പുണ്യം നേടുകയും മോക്ഷപ്രാപ്തിക്ക് വരെ അർഹനായി തീരുകയും ചെയ്യും. പുഷ്കരി തീർത്ഥം, അഗസ്ത്യ സരസ്, സരസ്വതി തീർത്ഥം, പഞ്ചനട തീർത്ഥം, കപിലാതീർത്ഥം, ഭൃഗുതീർത്ഥം, വസിഷ്ഠാശ്രമം, മാർക്കണ്ഡേയ തീർത്ഥം, വാരണാസി, ഗയരുദ്ര തീർത്ഥം തുടങ്ങിയ അനവധി തീർത്ഥാടനങ്ങളെക്കുറിച്ച് പുലസ്ത്യൻ ഭീഷ്മരോട് വിവരിച്ചു. ഈ തീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്യുകയും ഉപവാസം, പൂജ തുടങ്ങിയ ക്രിയകളൊക്കെ നടത്തുകയും ചെയ്താൽ രാജസൂയം, അശ്വമേധം, അഗ്നിഷ്ടോമ യജ്ഞം തുടങ്ങിയ അനവധി യജ്ഞങ്ങളിൽ നേടുന്ന പുണ്യം സമ്പാദിക്കുകയും തനിക്കും തൻ്റെ വംശത്തിനും എല്ലാവിധത്തിലുള്ള സൽഗതി പ്രാപിക്കുകയും ചെയ്യും. ഓരോ തീർത്ഥത്തിലും എത്തുമ്പോൾ അവിടെ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ അനുഷ്ഠേണ്ടിക്കേണ്ടതാണെന്ന് പുലസ്ത്യൻ ഭീഷ്മർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഭീഷ്മർ പുലസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ഈ തീർത്ഥങ്ങൾ സന്ദർശിച്ച് പ്രയാഗിലെത്തി. തീർത്ഥയാത്ര അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. യുധിഷ്ഠിര, നീയും ഭീഷ്മനെ പോലെ തന്നെ തീർത്ഥാടനം നടത്തി പുണ്യം സമ്പാദിക്കുക. തീർത്ഥാടനം നടത്തുന്നത് ഏറ്റവും വിശ്വാസത്തോടുകൂടിയായിരിക്കണം. എന്തെന്നാൽ വിശ്വാസമില്ലാത്തവന് അതിൻ്റെ ഫലം സിദ്ധിക്കുകയില്ല. ഈ തീർത്ഥാടനത്തിനിടയിൽ ഭവാന് വാൽമീകി, കാശ്യപൻ, ആത്രേയൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ഭരദ്വാജൻ, വസിഷ്ഠൻ, ദുർവാസാവ് മുതലായ ഋഷിമുഖ്യന്മാരെ സന്ദർശിക്കുന്നതിനിടയാകും എന്നിങ്ങനെ തീർത്ഥാടനത്തിന്റെ മഹിമയെപ്പറ്റി പ്രസ്താവിച്ചിട്ട് നാരദൻ കാമിക വനത്തിൽ നിന്ന് തിരോധാനം ചെയ്തു. ധർമ്മപുത്രന്റെ ചിന്ത മുഴുവൻ തീർത്ഥാടനത്തെ പറ്റിയായി. സഹോദരന്മാരും പാഞ്ചാലിയും അതിന് അനുകൂലിച്ചു. പുരോഹിതനായ ധൗമ്യനും തീർത്ഥാടനം നടത്തുന്നത് പാണ്ഡവർക്ക് ഗുണകരമാണെന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു. അങ്ങനെയിരിക്കെ മഹാതേജസ്വിയായ ലോമ മഹർഷി കാവിക വനത്തിൽ വന്നു. അദ്ദേഹം ഇന്ദ്രനിയോഗപ്രകാരമാണ് വന്നത്. അദ്ദേഹത്തെ ആദരിച്ച് പൂജിച്ചു. അദ്ദേഹത്തിന്റെ ആഗമന ഉദ്ദേശത്തെപ്പറ്റി തിരക്കിയ യുധിഷ്ഠിരനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ദ്രലോകത്ത് നിന്നാണ് വരുന്നത്. അവിടെ വെച്ച് ഞാൻ ശക്രാത്മജനെ, അതായത് ഇന്ദ്രപുത്രനെ കാണുവാനുണ്ടായി. അവൻ അവിടെ വെച്ച് ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കുകയും ദേവന്മാരുടെ എല്ലാം പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു.
ദേവന്മാർക്കു വേണ്ടി നിവാത കവച കാലകേയന്മാരെ ഒതുക്കിയിട്ട് താമസം വിന അവൻ ഇവിടെ എത്തും. അതിനു മുമ്പായി നിങ്ങൾ തീർത്ഥാടനം നടത്തുന്നത് നന്നായിരിക്കുമെന്ന് ദേവേന്ദ്രനും അർജുനനും എന്നോട് പറയുകയുണ്ടായി. ഈ വിവരങ്ങളെല്ലാം അറിയിക്കുവാനാണ് ഞാൻ വന്നത്. ലോമേശ മഹർഷി അറിയിച്ച വാർത്തകൾ പാഞ്ചാലിക്കും പാണ്ഡവന്മാർക്കും അത്യന്തം സന്തോഷകരമായിരുന്നു. അർജുനൻ ഇന്ദ്രലോകത്ത് സസുഖം താമസിക്കുന്നുവെന്നും അവൻ ദേവന്മാരുടെ എല്ലാം പ്രീതിക്ക് പാത്രീഭൂതനാണെന്നും അറിഞ്ഞപ്പോൾ സഹോദരന്മാർക്കും പാഞ്ചാലിയും അർജുനനെ ഓർത്ത് അഭിമാനം കൊണ്ടു. അവർ എല്ലാ ക്ലേശങ്ങളും മറന്നു താമസിയാതെ തീർത്ഥാടനം ചെയ്യുന്നതിനും തീരുമാനിച്ചു. ലോമേശ മഹർഷി അവരോടൊപ്പം തീർത്ഥങ്ങൾ സന്ദർശിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ലോമേശൻ, ധൗമ്യൻ എന്നീ മഹാഋഷിമാരോടും ചുരുക്കം പരിവാരങ്ങളോടും ഏതാനും ബ്രാഹ്മണരോടും കൂടിയാണ് യുധിഷ്ഠിരാദികൾ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടത്. അവർ കാടുകളും മലകളും പുഴകളും പാറക്കൂട്ടങ്ങളും താണ്ടി യാത്ര ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്ഥലങ്ങളിൽ വിശ്രമാർത്ഥം താമസിച്ചു. യുധിഷ്ഠിരനും സംഘവും തീർത്ഥയാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവർ നൈമിഷാരണ്യത്തിലെത്തി. പിന്നീട് ഗോമതി, ഗണ്ഡി തുടങ്ങിയ തീർത്ഥങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഭൃഗുതീർത്ഥത്തിലെത്തി. ത്രിലോകങ്ങളിലും പ്രസിദ്ധമായതും മഹാഋഷികളാൽ സേവിതുമാണ് ഭൃഗുതീർത്ഥം. ദശരഥ നന്ദനായ രാമൻ ജമദഗ്നി പുത്രനായ ഭൃഗുരാമനെ പരാജയപ്പെടുത്തി ഭൃഗുരാമന്റെ തേജസ് നഷ്ടപ്പെട്ടു. ഭൃഗുതീർത്ഥത്തിൽ സ്നാനം ചെയ്താണ് പരശുരാമൻ തേജസ് വീണ്ടെടുത്തത്. അതുപോലെ ഇതിൽ സ്നാനം ചെയ്ത് ദുര്യോധനൻ അപഹരിച്ചെടുത്ത തേജസ് വീണ്ടെടുക്കണമെന്ന് ലോമേശ മഹർഷി യുധിഷ്ഠിരനോട് നിർദ്ദേശിച്ചു. എല്ലാവരും ഭയഭക്തി വിശ്വാസത്തോടെ അതിലിറങ്ങി സ്നാനം ചെയ്തു. അപ്പോൾ യുധിഷ്ഠിരാദികൾ മുമ്പത്തേക്കാൾ തേജസ്വികളായി കാണപ്പെട്ടു. ഭൃഗുതീർത്ഥത്തിൽ നിന്നും പുറപ്പെട്ട യുധിഷ്ഠിരാദികൾ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചിട്ട് അഗസ്ത്യാശ്രമത്തിലെത്തി. ഏതാനും നാൾ അവിടെ പാർത്തു. യുധിഷ്ഠിരൻ ലോമേശ മഹർഷിയോട് ചോദിച്ചു, മഹർഷി, ഋഷിമാരിൽ ഇത്രയും തപശക്തിയും ജ്ഞാനവും വീര്യവുമുള്ള മറ്റൊരു മഹർഷി അഗസ്ത്യനെ പോലെ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അപദാതങ്ങളിൽ ചിലതെങ്കിലും കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ദയവായി പറഞ്ഞാലും. ലോമേശൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. അഗസ്ത്യൻ അനവധി മഹൽ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആഴമേറിയ ആഴിയെ കുടിച്ച് വറ്റിച്ചിട്ടുണ്ട്. അതുപോലെ വാനിലേക്കുയർന്ന് സൂര്യബിംബത്തിന്റെ ഭ്രമണപഥത്തിൽ വിലങ്ങിത്തുടങ്ങിക്കാൻ ആഗ്രഹിച്ച വിന്ധ്യാപർവ്വതത്തിന്റെ വളർച്ച തടഞ്ഞിട്ടുമുണ്ട്. അതിന്റെ വിശദ വിവരങ്ങൾ ഞാൻ പറയാം. പണ്ട് കൃതയുഗത്തിൽ ഘോരന്മാരായ കാലകേയന്മാർ എന്ന ദാനവന്മാരുണ്ടായിരുന്നു. വൃതൻ എന്ന അസുരനായിരുന്നു അവരുടെ നേതാവ്. അവർ സുരന്മാരെ ആക്രമിച്ച് പല ദിക്കിലേക്കും ഓടിച്ചു. വൃതനെ വധിക്കുന്നതിന് ഒരു വഴിയും കാണാതെ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. നാൻമുഖൻ പറഞ്ഞു, വൃതനെ കൊല്ലുക എളുപ്പമുള്ള കാര്യമല്ല. ഒറ്റ ഉപായം മാത്രമാണ് ഞാൻ കാണുന്നുള്ളൂ. ദദീജൻ എന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കുന്ന വജ്രം എന്ന ആയുധത്താൽ മാത്രമേ വൃതനെ കൊല്ലുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ദദീജനെ കണ്ട് അവന്റെ അസ്ഥിക്ക് വേണ്ടി യാചിക്കുക. അവൻ വളരെ ഉദാരനാണ്. ദേഹം വെടിഞ്ഞും അസ്ഥികൾ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് വജ്രായുധം നിർമ്മിക്കുക. ദേവേന്ദ്രൻ ഈ ആയുധം ഉപയോഗിച്ച് വൃദ്ധനെ കൊല്ലും. അമരന്മാർ ദദീജനെ തിരക്കി പുറപ്പെട്ടു. സരസ്വതി നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ദദീജാശ്രമത്തിലെത്തി. അർക്കസന്നിഭമായ തേജസ്സോടുകൂടിയ ദദീജനെ കണ്ടു. അവരദ്ദേഹത്തെ പ്രണമിച്ച് അദ്ദേഹത്തിന്റെ അസ്ഥിക്ക് വേണ്ടി അവർ യാചിച്ചു. ശ്രേഷ്ഠനായ മുനിവര്യൻ തന്റെ ദേഹം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ അസ്ഥിയും കൊണ്ട് ദേവന്മാർ ബ്രഹ്മാവിന്റെ സന്നിധിയിലെത്തി. ബ്രഹ്മാവ് അത്യരൂപത്തിലുള്ള വജ്രായുധം ഉണ്ടാക്കി കൊടുത്തിട്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, നീ ഇതുകൊണ്ട് വൃതനെ കൊന്ന് അമരന്മാരെ അവരിൽ നിന്ന് രക്ഷിക്കുക. വജ്രായുധധാരിയായ ഇന്ദ്രൻ ദേവന്മാരോടുകൂടി സൈന്യവുമായി ചെന്ന് വൃതനെ എതിരിട്ടു. മഹാകയന്മാരായ കാലകേയന്മാരുടെ സഹായത്തോടെയാണ് വൃതൻ ഇന്ദ്രനെതിരെ ഘോരമായി പോരാടിയത്. ദേവകൾ ഭയപ്പെട്ട് നാനാവഴിക്കും ഓടി. ഇന്ദ്രൻ നിരാശയോടെ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. വിഷ്ണു തന്റെ ശക്തിയുടെ ഒരംശം ഇന്ദ്രന് കൊടുത്തു. കൂടുതൽ ശക്തി ആർജിച്ച ഇന്ദ്രൻ വീണ്ടും വൃതനുമായി ഏറ്റുമുട്ടി. വൃതൻ 3 ലോകങ്ങളെയും വിറപ്പിക്കത്തക്കവണ്ണം അലറിക്കൊണ്ട് ഇന്ദ്രനോടടുത്തു. ഇന്ദ്രൻ വൃതന്റെ നേർക്ക് വജ്രായുധം പ്രയോഗിച്ചു. വൃതൻ മല പോലെ മറിഞ്ഞു വീണ് മരിച്ചു. അസുരന്മാർ പരിഭ്രാന്തരായി. ആ തക്കം നോക്കി ദേവന്മാർ കാലകേയന്മാരെ ആക്രമിച്ചു.
അവർ ഭയപ്പെട്ട് സമുദ്രത്തിൽ പോയി ഒളിച്ചു. സമുദ്രത്തിൽ പോയി താമസമാക്കിയെങ്കിലും അവർക്ക് സ്വസ്ഥത ലഭിച്ചിരുന്നില്ല. എങ്ങനെയാണ് 3 ലോകങ്ങളെയും നശിപ്പിക്കേണ്ടതെന്ന് ചിന്തിച്ചു തുടങ്ങി. തപസ്സുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നതെന്നും അതുകൊണ്ട് തപസ്സുകളെ കൊന്നാലെങ്കിലേ ലോകനാശം വരുത്തുവാൻ കഴിയുകയുള്ളൂ എന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ തപസ്വികളെയെല്ലാം കൊല്ലുവാനുള്ള പരിപാടിയിട്ടു. പകൽ സമുദ്രത്തിൽ ഒളിച്ചിരിക്കുകയും രാത്രികാലങ്ങളിൽ ആശ്രമങ്ങളിലും കാടുകളിലും ചുറ്റി സഞ്ചരിച്ച് താപസന്മാരെ കൊന്ന് ചോര കുടിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. കുറച്ചു നാളുകൾ കൊണ്ട് തപസ്വികളുടെ എണ്ണം കുറഞ്ഞു വന്നു. സൽക്കർമ്മങ്ങൾ നടത്തുവാൻ ആളില്ലാതെയായി. ഋഷികളും ദേവന്മാരും പരിഭ്രാന്തരായി. അവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. സമുദ്രത്തെ വറ്റിച്ച് കാലകേയന്മാരെ പുറത്തു ചാടിച്ചെങ്കിലേ അവരെ നശിപ്പിക്കുവാൻ പറ്റുകയുള്ളൂവെന്നും അത് അഗസ്ത്യമുനിക്കല്ലാതെ മറ്റാർക്കും സാധ്യമാവുകയില്ലെന്നും ഭഗവാൻ അറിയിച്ചു. ദേവന്മാർ അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി അദ്ദേഹത്തിന്റെ അപദാനങ്ങളെ വാഴ്ത്തി സ്തുതിച്ചിട്ട് അവർ പറഞ്ഞു, മഹർഷി, ലോകം ഇന്ന് ദുഃഖത്തിലാണ്ടിരിക്കുന്നു. കാലകേയന്മാരുടെ ദുഷ്ടത നിമിത്തം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ആളില്ലാതെയായിരിക്കുന്നു. അവരുടെ സങ്കേത സ്ഥാനമായ സമുദ്രം വറ്റിക്കാതെ അവരെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. പ്രഭോ, ഞങ്ങളിൽ കരുണ കാട്ടുക. അഗസ്ത്യൻ ദേവന്മാരെ സമാധാനിപ്പിച്ചു. നേരെ സമുദ്രതീരത്തേക്ക് ചെന്നു. ദേവന്മാരും ഋഷിമാരും അദ്ദേഹത്തോട് ഒന്നിച്ചുകൂടി. മനുഷ്യരും യക്ഷരും ഗന്ധർവരുമൊക്കെ അഗസ്ത്യൻ സമുദ്രം വറ്റിക്കുന്നത് കാണുവാൻ അവിടേക്ക് ചെന്നു. നിർനിമേഷരായി എല്ലാവരും നോക്കി നിൽക്കെ അഗസ്ത്യൻ ഇരുമ്പുന്ന കടലിനെ മുഴുവൻ തന്റെ ഉള്ളം കൈയിലാക്കി നിഷ്പ്രയാസം കുടിച്ചു വറ്റിച്ചു. ദേവന്മാർ പറഞ്ഞു, മഹാമുനി, അങ്ങയുടെ പ്രസാദത്താൽ കാലകേയന്മാരിൽ ഭൂരിപക്ഷവും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനിയും ഭവാൻ കടലിനെ അങ്ങ് പാനം ചെയ്ത ജലം കൊണ്ട് നിറച്ചാലും അങ്ങ് പാനം ചെയ്ത ജലം വിട്ടുകൊടുത്താലും. അഗസ്ത്യൻ പറഞ്ഞു, ആ വെള്ളം ഞാൻ ദഹിപ്പിച്ചിരിക്കുന്നു. സമുദ്രം നിറയ്ക്കണമെങ്കിൽ നിങ്ങൾ വേറെ മാർഗം നോക്കണം. ദേവന്മാർ വീണ്ടും വിഷണ്ണരായി. അവർ ബ്രഹ്മാവിനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, കുറെ കാലം കഴിഞ്ഞ് സമുദ്രം വെള്ളം കൊണ്ട് നിറയും. മഹാരാജാവായ ഭഗീരഥൻ മൂലമായിരിക്കും അപ്രകാരം സംഭവിക്കുന്നത്. ഭഗീരഥൻ എപ്രകാരമാണ് സമുദ്രത്തിൽ വെള്ളം നിറച്ചതെന്നുള്ള ജിജ്ഞാസ യുധിഷ്ഠിരനുണ്ടായി. അക്കാര്യം കൂടി പറയണമെന്ന് അദ്ദേഹം ലോമേശ മഹർഷിയോട് അപേക്ഷിച്ചു. ലോമേശൻ പറഞ്ഞു, ഇക്ഷ്വാകു വംശത്തിൽ സഗരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഭുജബല പരാക്രമിയും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു. അദ്ദേഹത്തിന് വൈരദർഭി എന്നും ശൈബി എന്നും പേരുള്ള 2 ഭാര്യമാരുണ്ടായിരുന്നു. സന്തതികളില്ലാതെ ദുഃഖിച്ച രാജാവ് കാട്ടിലെത്തി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സന്താനലബ്ധിക്കായി പ്രാർത്ഥിച്ചു. പരമശിവൻ പറഞ്ഞു, മഹാരാജാവേ, ശൂരന്മാരും അഹങ്കാരികളുമായ 60,000 പുത്രന്മാർ നിനക്കൊരു ഭാര്യയിൽ ജനിക്കും. അവരെല്ലാം ഒന്നിച്ച് നശിക്കുകയും ചെയ്യും. മറ്റേ ഭാര്യയിൽ വംശവർദ്ധവിനായ ഒരുത്തൻ മാത്രം ജനിക്കും. സഗരൻ സന്തോഷത്തോടെ രാജധാനിയിലേക്ക് മടങ്ങി. പത്നിമാർ യഥാകാലം ഗർഭം ധരിച്ചു. എന്നിട്ട് പ്രസവിക്കുകയും ചെയ്തു. വൈദർഭി പ്രസവിച്ചത് ഒരു ചുരക്കായ ആയിരുന്നു. ശൈബി പ്രസവിച്ചത് കോമളനായ ഒരു പുത്രനെ. ചുരക്ക കണ്ട് നിരാശനായ രാജാവ് അത് കൊണ്ടുപോയി കളയുവാൻ ആജ്ഞാപിച്ചപ്പോൾ ഒരശരീരി കേട്ടു. രാജാവേ, നിന്റെ പുത്രന്മാരെ കളയരുത്. ചുരക്ക കീറി അതിലുള്ള കുരുവെടുത്ത് കുരുക്കൾ ഓരോന്നും നെയ് നിറച്ച് നീരാവി പൊങ്ങുന്ന ചൂടുള്ള പാത്രങ്ങളിൽ വെവ്വേറെ സൂക്ഷിക്കുക. അവയിൽ നിന്ന് അങ്ങയ്ക്ക് 60,000 പുത്രന്മാരെ ലഭിക്കും. പരമശിവൻ നിനക്ക് നൽകിയ അനുഗ്രഹം വെറുതെ ആവുകയില്ല. രാജാവ് അശരീരി അരുളപ്പാട് നടത്തിയ വിധത്തിലൊക്കെ പ്രവർത്തിച്ചു. ഒട്ടുനാൾ കഴിഞ്ഞപ്പോൾ ഓരോ കുടത്തിൽ നിന്നും ശക്തനായ ഓരോ പുത്രന്മാർ വീതം പുറത്തു വന്നു. അങ്ങനെ രുദ്രപ്രസാദത്താൽ സഗരന് 60,000 പുത്രന്മാർ ഉണ്ടായി. അവർ ക്രൂരന്മാരും അഹങ്കാരികളുമായിരുന്നു. എണ്ണത്തിലും ബലത്തിലും വലിയവരായിരുന്നതുകൊണ്ട് അവർ ദേവന്മാരെ പോലും ധിക്കരിച്ചു. 3 ലോകങ്ങളിലുമുള്ള സകല ജീവജാലങ്ങളെയും ദ്രോഹിച്ചു. എല്ലാവരുമായി പോരാടി. അവരുടെ ഉപദ്രവം സഹിക്കുവാൻ വയ്യാതെയായപ്പോൾ എല്ലാവരും ബ്രഹ്മാവിനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, സമാധാനമായി മടങ്ങിപ്പോകുവിൻ. സകലപുത്രന്മാരുടെ നാശം അടുത്തു. അവർ സ്വകർമ്മത്താൽ തന്നെ നശിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ സഗര രാജാവ് അശ്വമേധയാഗം കഴിക്കുവാൻ തീരുമാനിച്ചു. പുത്രന്മാരുടെ രക്ഷയിൽ അശ്വം ഭൂമിയെ ചുറ്റി. വെള്ളമില്ലാതെ കിടന്ന സമുദ്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് അശ്വത്തെ കാണാതെയായി. എല്ലായിടത്തും നിരുകിയിട്ടും എങ്ങും നിന്നും അശ്വത്തെ കണ്ടുകിട്ടിയില്ല. പുത്രന്മാർ സഗരന്റെ അടുക്കലെത്തി.
അശ്വത്തെ കാണാതായ വിവരം അറിയിച്ചു. അദ്ദേഹം അവരോട് ദേഷ്യപ്പെട്ടു. എല്ലായിടത്തും കുതിരയെ വീണ്ടും അന്വേഷിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു. പുത്രന്മാർ വീണ്ടും എല്ലായിടത്തും അന്വേഷിച്ചു. പർവ്വതങ്ങൾ, ഗുഹകൾ, നദികൾ, കാടുകൾ, ദ്വീപുകൾ എന്നുവേണ്ട എല്ലാ മുക്കിലും മൂലയിലും അവർ അന്വേഷിച്ചു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അവർ നിരാശരായി അച്ഛനെ സമീപിച്ച് വിവരം ബോധിപ്പിച്ചു. അപ്പോൾ സഗരൻ പൂർവാധികം കോപത്തോടെ പറഞ്ഞു, ഒരശ്വത്തെ കാത്തുരക്ഷിക്കുവാൻ കഴിയാത്ത നിങ്ങൾ എന്തിനു കൊള്ളാം? യാജ്ഞാശ്വത്തെ കാണുന്നില്ലെന്ന് പറയുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, അശ്വത്തെയും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരേണ്ട. പുത്രന്മാർ പിന്നെയും അശ്വത്തെ തിരയുവാൻ തുടങ്ങി. അപ്പോൾ സമുദ്രത്തിന്റെ ഒരു ഭാഗത്ത് ഒരു പിളർപ്പ് കണ്ടു. അവർ അവിടം കൂടുതലായി വെട്ടിപ്പൊളിച്ച് പാതാളത്തിലേക്ക് പോയി. അവിടെ കപിലാശ്രമത്തിൽ തങ്ങളുടെ കുതിരയെ കണ്ടെത്തി. കപില മഹർഷി സമാധി സ്ഥാനയായിരിക്കുന്നതും അവർ കണ്ടു. അശ്വത്തെ കണ്ടുകിട്ടിയ സന്തോഷത്തോടെ കൗതൂഹല ചിത്തരായി ആരവം പുറപ്പെടുപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർ കുതിരയെ പിടികൂടി. ശബ്ദം കേട്ട് കപില മഹർഷി സമാധിയിൽ നിന്നുണർന്നു. അദ്ദേഹം കോപിഷ്ഠനായി സഗരപുത്രന്മാരെ നോക്കി. അവർ അദ്ദേഹത്തിന്റെ കോപാഗ്നിയിൽ വെന്തു വെണ്ണീറായി. ഈ വിവരം നാരദ മഹർഷി സഗരനെ അറിയിച്ചു. അദ്ദേഹം ഖിന്നനായി. എങ്കിലും സന്തതികൾ ഉണ്ടാകുവാനുള്ള വരം നൽകിയപ്പോൾ മഹാദേവൻ പറഞ്ഞിരുന്ന കാര്യമോർത്ത് അദ്ദേഹം സമാശ്വസിച്ചു. സഗരന് ശൈവീരാജ്ഞിയിൽ ഒരു പുത്രനുണ്ടായിരുന്നുവല്ലോ. അവന്റെ പേര് അസ്മഞ്ജസ് എന്നായിരുന്നു. വൈദർഭിയുടെ പുത്രന്മാരെക്കാൾ മുമ്പ് ജനിച്ചിരുന്നതുകൊണ്ട് രാജാവിന്റെ കനിഷ്ഠപുത്രൻ എന്ന നിലയിൽ അവൻ രാജ്യാവികാശിയുമായിരുന്നു. അവന് പ്രത്യേകമായ ഒരു ദുസ്വഭാവമുണ്ടായിരുന്നു. നാട്ടിലെ കുഞ്ഞുങ്ങളെ പിടിച്ച് പുഴയിൽ മുക്കിക്കൊല്ലുക അവന്റെ ഒരു വിനോദം തന്നെയായിരുന്നു അത്. ഇത് പതിവായി തീർന്നപ്പോൾ പൊറുതുമിട്ടിയ നാട്ടുകാർ ഇതേപ്പറ്റി രാജാവിനോട് ആവലാതിപ്പെട്ടു. മകനെ ഗുണദോഷിച്ചിട്ടും പ്രയോജനമില്ലാതെ വന്നപ്പോൾ അവനെ നാടുകടത്തി ജനങ്ങളുടെ ആവലാതിക്ക് പരിഹാരമുണ്ടാക്കി. അസ്മഞ്ജസ് വിവാഹിതനായി. അവന് അംശുമാൻ എന്നൊരു പുത്രനുണ്ടായി. വൈദർഭിയുടെ 60,000 പുത്രന്മാരും കപിലാശ്രമത്തിൽ വെച്ച് നശിച്ച വിവരമറിഞ്ഞപ്പോൾ സഗര രാജാവ് അംശുമാനെ വിളിച്ചു പറഞ്ഞു, പ്രജാഹിതത്തിനു വേണ്ടി നിന്റെ അച്ഛനെ ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ മറ്റു മക്കളെയും നശിക്കുകയും ചെയ്തു. ഇനി നീ മാത്രമാണ് എനിക്കുള്ള ഏക അവകാശിയും അവലംബവും. ഞാൻ യജ്ഞവിഘ്നം മൂലം അത്യധികം ദുഃഖിക്കുന്നു. നീ എങ്ങനെയെങ്കിലും അശ്വത്തിനെ കൊണ്ടുവന്ന് യജ്ഞപൂർത്തി വരുത്തി എന്നെ നരകത്തിൽ നിന്ന് കരകയറ്റുക തന്നെ വേണം. അംശുമാൻ നേരെ കപിലാശ്രമത്തിലെത്തി. അവിടെ കപിലനെയും തുരകത്തിനെയും കണ്ടു. മുനിസമ്മത്തിനും കപില വാസുദേവനാണെന്നും അറിയപ്പെടുന്നവനുമായ മഹർഷിയുടെ മുൻപിൽ ചെന്ന് അംശുമാൻ നമസ്കരിച്ചു. താൻ വന്ന കാര്യം അതീവ വിനയത്തോടെ മുനിയെ അറിയിച്ചു. കപിലൻ മഹർഷിക്ക് അംശുമാനിന് അനുകമ്പ തോന്നി. യാഗാശ്വത്തെ വിട്ടുകൊടുക്കുന്നത് കൂടാതെ തന്റെ പിതൃക്കൾക്ക് പാവനത്വം നൽകാമെന്നും ഒരു അപേക്ഷയും കൂടി അങ്ങ് അംശുമാൻ മഹർഷിയോട് അപേക്ഷിച്ചു. മഹർഷി മറുപടി പറഞ്ഞു, വത്സ, ഞാൻ നിന്നിൽ അതീവ സംതൃപ്തനായിരിക്കുന്നു. യാഗാശത്തെ കൊണ്ടുപോയി സാഗരന്റെ യജ്ഞം പൂർത്തിയാക്കുക. നിന്റെ പൗത്രൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരും. അന്ന് നിന്റെ ഇളയച്ചന്മാർക്ക് പരഗതി ലഭിക്കുന്നതാണ്. ക്ഷമയും സത്യവും ധർമ്മവും നിന്നിൽ എന്നും പ്രതിഷ്ഠിതമാകട്ടെ. അംശുമാൻ കുതിരയുമായി മടങ്ങിയെത്തി. സഗരൻ പൗത്രനെ സന്തോഷാശ്രുക്കളോടെ വാരിപ്പുണർന്നു. യാഗം പൂർത്തിയാക്കി. അധികം താമസിയാതെ അംശുമാനെ രാജാവാക്കി വാഴിച്ചിട്ട് സഗരൻ സ്വർഗം പ്രാപിച്ചു. അംശുമാൻ പ്രതാപശാലിയായി രാജ്യം ഭരിച്ചു. പിതൃക്കളെ പാതാളത്തിൽ നിന്ന് ഉദ്ധരിച്ച് സൽഗതി നേടിക്കൊടുക്കുവാൻ ശ്രമിച്ചെങ്കിലും ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പ്രായമായപ്പോൾ രാജ്യഭാരം പുത്രനായ ദിലീപിനെ ഏൽപ്പിച്ചിട്ട് അംശുമാനും കാലഗതിയെ പ്രാപിച്ചു. ദിലീപനും തന്റെ ഭരണകാലത്ത് പിതൃക്കൾക്ക് പരഗതി ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ചിന്തയോടെ സൽക്കർമ്മങ്ങളും യജ്ഞങ്ങളും ചെയ്തെങ്കിലും അദ്ദേഹവും ആകാശഗംഗയെ ഭൂമിയിലേക്ക് ആനയിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയാണുണ്ടായത്. ദിലീപന് ഭഗീരഥൻ എന്നൊരു പുത്രനുണ്ടായി. ചെറുപ്പത്തിൽ തന്നെ സ്ഥിര ഉത്സാഹി കർമ്മനിപുണനുമായിരുന്നു അവൻ. പ്രായമായപ്പോൾ അവനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ദിലീപൻ വാനപ്രസ്ഥം സ്വീകരിച്ച് തപസ് ചെയ്ത് അദ്ദേഹം മോക്ഷം നേടി. വില്ലാളി വീരനും മഹാരഥനുമായിരുന്ന ഭഗീരഥൻ ചക്രവർത്തി എന്ന നിലയിൽ ജനങ്ങളുടെ സ്നേഹോദ്ധാരങ്ങൾക്ക് പാത്രീഭൂതനായി. കപില മഹർഷിയുടെ കോപാഗ്നിയിൽ ദഹിച്ച തന്റെ പിതൃക്കളുടെ വൃത്താന്തമറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്യധികമായി ഹൃദയവേദന ഉണ്ടായി. എപ്രകാരമെങ്കിലും അവർക്ക് സൽഗതി നേടിക്കൊടുക്കണമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞയെടുത്തു. അതിനുവേണ്ടി എന്ത് ക്ലേശവും ത്യാഗവും സഹിക്കുന്നതിന് അദ്ദേഹം തയ്യാറായി.
രാജ്യഭരണം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഹിമാലയ പർവ്വതത്തിലെത്തി തപസ് ആരംഭിച്ചു. ആകാശഗംഗയെ ഭൂമിയിൽ എത്തിക്കുകയായിരുന്നു ഭഗീരഥന്റെ ലക്ഷ്യം. അനവധി വർഷങ്ങൾ ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ചും ചിലപ്പോൾ ജലപാനം മാത്രം ചെയ്തു, പലപ്പോഴും ഉപവസിച്ചും അദ്ദേഹം ഉഗ്രമായി തപസ് ചെയ്തു. അവസാനം ഗംഗാദേവി പ്രത്യക്ഷമായി. സംതൃപ്തനായ ഗംഗാദേവി എന്ത് വരമാണ് വേണ്ടതെന്ന് ഭഗീരഥനോട് ചോദിച്ചു. ഭഗീരഥൻ മറുപടി പറഞ്ഞു, എൻ്റെ പിതൃക്കൾ ഗതി കിട്ടാതെ പാതാളത്തിൽ കിടന്നുടലുന്നു. അവരെ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവർക്ക് സ്വർഗപ്രാപ്തി നൽകിയാലും ഭഗീരഥന്റെ അഭീഷ്ടം സാധിച്ചു കൊടുക്കാമെന്നും ഗംഗാദേവി സമ്മതിച്ചു. ദേവി പറഞ്ഞു, ഞാൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം താങ്ങുന്നതിനുള്ള ശക്തി ഭൂമിക്കില്ല. അത് താങ്ങുന്നതിനുള്ള കഴിവ് പരമശിവന് മാത്രമേ ഉള്ളൂ. എൻ്റെ പതനവേഗത്തെ അദ്ദേഹം തടുക്കാമെന്ന് സമ്മതിച്ചാൽ നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഭൂമിയിലേക്ക് വരാം. അതുകൊണ്ട് നീ പരമശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുക. തൻ്റെ പിതൃക്കൾക്ക് സൽഗതി നേടിക്കൊടുക്കുകയെന്നുള്ള ഏകാഗ്രതയോടെ ഏതു തരത്തിലുള്ള പ്രയത്നം ചെയ്യുവാൻ തയ്യാറായിരുന്ന ഭഗീരഥൻ ശിവനെ തപസ് ചെയ്യുവാൻ ആരംഭിച്ചു. അനവധി വർഷങ്ങളിലെ തപസ്സിന്റെ ഫലമായി ഭഗീരഥൻ ശിവനെ സാക്ഷാത്കരിച്ചു. ഞാൻ ഗംഗയെ ധരിച്ചുകൊള്ളാമെന്നുള്ള വരം ഭഗീരഥൻ അങ്ങനെ രുദ്രനിൽ നിന്ന് നേടി. ഭഗീരഥൻ ഗംഗയെ സ്മരിച്ചു. ഗംഗാദേവി 3 കൈവഴികളായി പിരിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങി. തൻ്റെ പിതൃക്കൾ കിടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ ഗംഗാദേവി നിർദ്ദേശിച്ചതനുസരിച്ച് ഭഗീരഥൻ വഴി കാണിച്ചു കൊടുത്തു. സകലപുത്രന്മാർ ഗംഗയുടെ ജലസ്പർശമേറ്റപ്പോൾ സംശുദ്ധരായി. അവർക്കങ്ങനെ മോക്ഷവും ലഭിച്ചു. തന്റെ പ്രയത്നം കൊണ്ട് പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചതിൽ ഭഗീരഥൻ അതീവ സന്തുഷ്ടനായി. കൂടാതെ വറ്റിക്കിടക്കുന്ന സാഗരം ജലം കൊണ്ട് നിറഞ്ഞു. അത് പഴയതുപോലെയുള്ള പരാവരമായി. ഈ കഥയും പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരാദികൾ ലോമേശ മഹർഷിയോടൊപ്പം അവരുടെ തീർത്ഥയാത്ര തുടർന്നു. പാപഭയമില്ലാതാകുന്നതിന് നന്ദ, അപരനന്ദ എന്നീ നദീതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു. അവിടുന്ന് ഹേമകൂടം എന്ന പർവ്വതത്തിലെത്തി. പിന്നീട് കൗശികയിലേക്കാണ് അവർ പോയത്. വിശ്വാമിത്രൻ കഠിനമായി തപസ് ചെയ്തത് ഇവിടെയായിരുന്നു. കൗശികി നദിയുടെ കരയിലാണ് വിശ്വാമിത്ര ആശ്രമവും കാശ്യപാശ്രമവും സ്ഥിതി ചെയ്യുന്നത്. കാശ്യപാശ്രമത്തിലാണ് ഋഷ്യശൃംഗൻ തപസ് ചെയ്ത് പാർത്തിരുന്നത്. മഴയില്ലാതെ ഉണങ്ങി വരേണ്ട അംഗരാജ്യത്തിൽ ഋഷ്യശൃംഗന്റെ പാദസ്പർശമേറ്റപ്പോൾ മഴയുണ്ടായി. ഋഷ്യശൃംഗന്റെ കഥ കേൾക്കണമെന്ന് ആഗ്രഹിച്ച യുധിഷ്ഠിരന് ലോമേശൻ ആ കഥ കൂടി വിവരിച്ചു കൊടുത്തു. കശ്യപന്റെ പുത്രനായ വിഭാണ്ഡകനായിരുന്നു ഋഷ്യശൃംഗന്റെ പിതാവ്. വിഭാണ്ഡകൻ ഒരു വലിയ തപസ്വിയായിരുന്നു. തന്റെ പുത്രനെയും ഒരു വലിയ തപസ്വിയാക്കണമെന്ന് വിഭാണ്ഡകൻ ആഗ്രഹിച്ചു. മനുഷ്യരെ ആരെയും കാണിക്കാതെയാണ് വിഭാണ്ഡകൻ പുത്രനെ വളർത്തിയത്. അച്ഛനെ അല്ലാതെ മറ്റൊരു മനുഷ്യജീവിയെയും ഋഷ്യശൃംഗൻ കണ്ടിരുന്നില്ല. അക്കാലത്ത് അംഗരാജ്യം ഭരിച്ചിരുന്നത് ലോമപാതൻ എന്നൊരു രാജാവായിരുന്നു. അവൻ നുണ പറഞ്ഞൊരു ബ്രാഹ്മണനെ ചതിച്ചു. തന്മൂലം ബ്രാഹ്മണരെയെല്ലാം രാജാവിനോട് പിണങ്ങി രാജ്യം വിട്ടൊഴിഞ്ഞുപോയി. പുരോഹിതന്മാരാരും രാജ്യത്തില്ലാതെയായി. യജ്ഞങ്ങളൊന്നും ചെയ്യുവാൻ സാധിക്കാതെ വന്നതിനാൽ ഇന്ദ്രനും അംഗരാജാവിനോട് വിരോധമായി. രാജ്യത്ത് മഴയില്ലാതെയായി. എല്ലാം ഉണങ്ങി വരണ്ടു. ജനങ്ങൾ വലിയ കഷ്ടത്തിലായി. രാജാവ് മുനിമാരെ കണ്ടെത്തി. തന്റെ രാജ്യത്ത് മഴയില്ലാത്തതുകൊണ്ട് കെടുതികൾ പരിഹരിക്കുന്നതിനുള്ള വഴി ആലോചിച്ചു. മുനിമാർ പറഞ്ഞു, നീ ബ്രാഹ്മണരെ കോപിപ്പിച്ചു. അതിന് പ്രായശ്ചിത്തം ചെയ്യണം. കൂടാതെ സ്ത്രീകളെപ്പറ്റി ഒന്നും അറിവില്ലാതെ മുനിസൂതനായ ഋഷ്യശൃംഗനെ അംഗരാജ്യത്തിലേക്ക് കൊണ്ടുവരണം. ശുദ്ധനും പുണ്യവാനുമായ ആ മഹാതാപസി നിന്റെ രാജ്യത്ത് കാൽകുത്തിയാൽ മേഘങ്ങൾ വർഷിക്കും. രാജാവ് ബ്രാഹ്മണർക്ക് പ്രായശ്ചിത്തമായി ധാരാളം ധനം നൽകി പ്രീതിപ്പെടുത്തി. അവരുടെ അനുഗ്രഹവും വാങ്ങി. ഋഷ്യശൃംഗനെ അംഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനെപ്പറ്റി അദ്ദേഹം ആലോചിച്ചു. ഏതാനും വേശ്യാസ്ത്രീകളെ വനത്തിലേക്ക് അയച്ച് ഋഷ്യശൃംഗനെ മോഹിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. എന്നാൽ മുനിശാപത്തെ ഭയന്ന സ്ത്രീകൾ പോകുവാൻ എല്ലാവരും മടിച്ചു. അതിൽ വൃദ്ധയായ ഒരു സ്ത്രീ മാത്രം വനത്തിൽ പോയി ഋഷ്യശൃംഗനെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കാമെന്ന് രാജാവിനെ അറിയിച്ചു. രാജാവ് ആ സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അവരെ വനത്തിലേക്ക് അയച്ചു. വൃദ്ധസ്ത്രീ അവരുടെ യൗവനയുക്തിയായ മകളോടൊപ്പം മറ്റ് ഏതാനും യുവതരണികളോടും കൂടിയാണ് പോയത്. വഞ്ചികൾ കൂട്ടിച്ചേർത്ത് വിസ്തൃതമായ ഒരു ചങ്ങാടമുണ്ടാക്കി അതിന്മേൽ കൃത്രിമമായ ഒരു ആശ്രമം സൃഷ്ടിച്ച് നദിയിൽ കൂടിയാണ് അവർ യാത്ര ചെയ്ത് വനത്തിലെത്തിയത്. കശ്യപാശ്രമത്തിന്റെ സമീപം ചങ്ങാടം കെട്ടി നിർത്തി. വിഭാണ്ഡകൻ ആശ്രമത്തിൽ ഇല്ലാത്ത തക്കം നോക്കി വൃദ്ധയുടെ മകൾ ആശ്രമത്തിലെത്തി. സുന്ദരിയായ യുവതിയെ കണ്ടപ്പോൾ ഋഷ്യശൃംഗൻ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ അഴകും
അടയാഭരണങ്ങളും വശ്യമായ പുഞ്ചിരിയും വാചാവിലാസവും ഋഷ്യശൃംഖനെ അത്യധികം ആകർഷിച്ചു. അവൾ കൊണ്ടുവന്നിരുന്ന സ്വാദിഷ്ടങ്ങളായ പലഹാരങ്ങൾ മുനികുമാരന് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ അവനെ മാറോട് ചേർത്ത് നിർത്തിയപ്പോൾ അവൻ ലൗകികമായ അനുഭൂതിയാണ് ആസ്വദിച്ചത്. അവന്റെ അടുത്ത് നിന്ന് അവൾ പന്ത് തട്ടി കളിച്ചു. താഴോട്ട് വീഴുന്ന പന്ത് ശക്തിയോടെ മേലോട്ട് ഉയരുന്നത് കണ്ടപ്പോൾ അവൻ ഏതോ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ തോന്നി. ചാഞ്ഞും ചെരിഞ്ഞും ചാഞ്ചാടിയും മുനികുമാരന്റെ ശരീരത്തിൽ ഉരസി അവനെ വീണ്ടും വീണ്ടും പുണർന്ന് വിഭ്രമിപ്പിച്ച അവൾ താനൊരു ആശ്രമവാസിയാണെന്നും തനിക്ക് അഗ്നിഹോത്രത്തിനുള്ള സമയമാണെന്നും പറഞ്ഞ് തിരിഞ്ഞ് അവനെ കടാക്ഷിച്ചുകൊണ്ട് മന്ദം നടന്നുപോയി. അവൾ അവിടം വിട്ടു പോയപ്പോൾ ഋഷ്യശൃംഖന് അനൽപമായ കുണ്ഠിതമുണ്ടായി. മുനികുമാരൻ അവളെപ്പറ്റി മാത്രമായി ചിന്ത. അവളോടൊപ്പം കഴിച്ചുകൂട്ടിയ നിമിഷങ്ങൾ അനർഘങ്ങളായി അവന് തോന്നി. ആശ്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നു ചിന്തയോടെ ചേതോസുറ്റവനായിരുന്ന് നെടുവീർപ്പെട്ടു. വിഭാണ്ഡകൻ ആശ്രമത്തിൽ മടങ്ങിയെത്തി. ആശ്രമ അന്തരീക്ഷമാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. തന്റെ പുത്രൻ ഒന്നിനും താല്പര്യമില്ലാതെ നിശ്ചേഷ്ടനായി വിദൂരത്തിലേക്ക് കണ്ണുന്നിട്ട് നഷ്ടപ്പെട്ട എന്തിനെയോ പറ്റി ചിന്തിച്ചുകൊണ്ട് ദീനനായിരിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പല സംശയങ്ങളും ഉണ്ടായി. അദ്ദേഹം മകനോട് ചോദിച്ചു, ഉണ്ണി, നീ എന്താണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിരുത്സാഹനായിട്ടിരിക്കുന്നത്? ഇവിടെ ആരെങ്കിലും വന്നോ? സ്ത്രീകളെപ്പറ്റി ഒന്നും തന്നെ അറിവില്ലാത്ത വിഭാണ്ഡകപുത്രൻ അച്ഛനോട് പറഞ്ഞു. അച്ഛാ, ഇവിടെ ഒരു ബ്രഹ്മചാരി വന്നിരുന്നു. ഹോ, എന്തൊരു തേജസ്വി, എന്തൊരഴക്! നല്ല സുഗന്ധമുള്ള ജട, അത് രണ്ടായി പകുത്ത് പൊന്നൂൽ കൊണ്ട് കെട്ടിയിരിക്കുന്നു. കഴുത്തിൽ മിന്നിൽ തിളങ്ങുന്ന ആഭരണത്തിന്റെ ശോഭ കാണേണ്ടത് തന്നെയാണ്. കഴുത്തിന് കീഴെ മനോഹരമായ 2 മുഴകൾ, ഇടുങ്ങിയ അരക്കെട്ട് എത്രത്തോളം മൃദുവായിരിക്കുന്നു. എൻ്റെ അരയിലെ പോലെ തന്നെ അവൻ്റെ അരയിലും ഒരു ചരടുണ്ട്. പക്ഷെ അത് സ്വർണം കൊണ്ടുള്ളതാണ്. കാലിൽ 2ലും കിളങ്ങുന്ന ചിലമ്പുകൾ, കൈകൾ 2ലും കിളങ്ങുന്ന വളകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, എന്തൊരു ഭംഗി! അവൻ്റെ മുഖത്തിന് എന്തൊരു കാന്തി! മനസ്സിനെ ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്ന സംഭാഷണം, കുയിൽനാദം പോലെ മാധുര്യമുള്ള ശബ്ദം. ഹോ, ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ മുഖം കുനിച്ച് അവൻ്റെ മുഖത്തോട് ചേർത്ത് അവൻ്റെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളിൽ അമർത്തിയപ്പോൾ എന്തൊരു രസം! അവൻ്റെ മുഖത്തിന് എന്തൊരു മാർദ്ദം! അവൻ പലതരത്തിലുള്ള പഴങ്ങൾ എനിക്ക് തന്നു. അതിനൊന്നിനും തൊലിയോ കുരുവോ ഉണ്ടായിരുന്നില്ല. അവയ്ക്കൊക്കെ എന്തൊരു സ്വാദാണ്! ഈ വിധത്തിലുള്ള പല പഴങ്ങളൊന്നും ഞാനിതുവരെ തിന്നിട്ടേയില്ല. അവൻ കുടിക്കുവാൻ തന്ന പാനീയങ്ങളും വിശിഷ്ടങ്ങളായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി ചറ്റി സഞ്ചരിക്കുന്നത് പോലെയുള്ള സുഖം. അവൻ പോയപ്പോൾ മുതൽ ഞാൻ ചേതസിറ്റവനായിരിക്കുന്നു. എനിക്ക് അവനെ കാണുവാൻ അതിയായ മോഹം. അവനുമായി ഇടയ്ക്കൊക്കെ ചുറ്റിക്കറങ്ങുവാൻ അത്യധികമായ ആഗ്രഹം. അച്ഛാ, എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകണം. അവൻ അനുഷ്ഠിക്കുന്ന വ്രതചര്യയൊക്കെ ഞാനും അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പുത്രൻ ഒരു സ്ത്രീയെ കണ്ടിരിക്കുന്നുവെന്ന് വിഭാണ്ഡകന് മനസ്സിലായി. അദ്ദേഹം മകനോട് പറഞ്ഞു, പ്രിയപുത്ര, രാക്ഷസന്മാർ പല രൂപങ്ങൾ ധരിച്ച് മുനിമാരുടെ തപോവിഘ്നം വരുത്തുവാൻ സഞ്ചരിക്കാറുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഏതോ രാക്ഷസിയെയാണ് നീ കണ്ടത്. അവരുമായിട്ടുള്ള സംസർഗം നിനക്ക് നല്ലതല്ല. അതുകൊണ്ട് അക്കാര്യം വിസ്മരിച്ചേക്കൂ. വിഭാണ്ഡകൻ സ്ത്രീയെ കട്ടിലെല്ലാം തിരക്കി നടന്നു. എങ്ങും കണ്ടെത്തിയില്ല. അടുത്ത ഒരു ദിവസം വിഭാണ്ഡകൻ ഫലപൂലങ്ങൾ തേടിപ്പോയി. ആ തക്കം നോക്കി വേശ്യാംഗന വീണ്ടും ആശ്രമത്തിലെത്തി. അവളെ കണ്ടപ്പോൾ ഋഷ്യശൃംഖൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്റെ ആശ്രമത്തിലേക്ക് വരുവാൻ അതിയായ മോഹമുണ്ട്. അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം. അവർ ഇരുവരും ചങ്ങാടത്തിലെത്തി. കൃത്രിമമായ ആശ്രമം മുനികുമാരന് നന്നേ ബോധിച്ചു. വേശ്യാംഗനയെ പോലെയുള്ള സുന്ദരികളായ മറ്റു തരുണികളെയും അവിടെ കണ്ടപ്പോൾ താൻ സുരലോകത്തെത്തിയിരിക്കുന്ന അനുഭൂതിയാണ് ഋഷ്യശൃംഖൻ ഉണ്ടായത്. ഋഷ്യശൃംഖൻ ചങ്ങാടത്തിൽ കയറിയ ഉടൻ തന്നെ ചങ്ങാടം അഴിച്ചു വിട്ടു. അത് അംഗരാജ്യത്തിലേക്ക് തുഴഞ്ഞു നീങ്ങി സ്ത്രീകൾ പല സൂത്രങ്ങളും പറഞ്ഞ് മുനികുമാരനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൻ അംഗരാജ്യത്തിലെത്തി. ഋഷ്യശൃംഖൻ ചങ്ങാടത്തിൽ നിന്നിറങ്ങി ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ മഴ പെയ്തു. രാജാവിന് വളരെ സന്തോഷമായി. പ്രജകൾക്ക് വരൾച്ചയിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ഋഷ്യശൃംഖന് രാജാവിന്റെ മകൾ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. മകനെ തേടി അച്ഛൻ വരുവാൻ ഇടയുണ്ടെന്ന് മനസ്സിലായിരുന്ന രാജാവ് ആ മഹർഷി തീർച്ചയായിട്ടും കോപിഷ്ഠനായിട്ടായിരിക്കും വരുന്നതെന്ന് രാജാവ് ഊഹിച്ചു. മഹർഷി വരുമ്പോൾ പ്രജകളെല്ലാം അദ്ദേഹത്തെ അത്യാദരവോടെ സ്വീകരിക്കണമെന്നും രാജ്യവും രാജ്യത്തുള്ള എല്ലാ വകകളും ഋഷ്യശൃംഖന്റേതാണെന്ന് മഹർഷിയെ അറിയിക്കണമെന്നും രാജാവ് വിളംബരം ചെയ്ത് പ്രജകളെ അറിയിച്ചു. വിഭാണ്ഡകൻ ആശ്രമത്തിൽ മടങ്ങിയെത്തപ്പോൾ ഋഷ്യശൃംഖനെ കണ്ടില്ല. ആശ്രമം ശൂന്യമായിരുന്നു. മഹർഷി ക്രുദ്ധനായി. അവനെ കൊണ്ടുപോയത് ആരായാലും അവരുടെ വംശവിച്ഛേദം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഋഷ്യശൃംഖത്തിനെ തേടി പുറപ്പെട്ടു. മഹർഷി പലയിടങ്ങളെയും ചുറ്റി സഞ്ചരിച്ച് അവസാനം അംഗരാജ്യത്തിലെത്തി. ക്ഷീണിതനായ അദ്ദേഹം ഒരു ഗോശാലയിലേക്ക് കയറി ചെന്നു. ഗോപന്മാർ മഹർഷിയെ മനസ്സിലാക്കി. അവർ അദ്ദേഹത്തെ രാജോചിതമായ വിധത്തിൽ ആദരിച്ച് സൽക്കരിച്ചു. അന്ന് രാത്രി അദ്ദേഹം അവിടെ തന്നെ. അടുത്ത ദിവസം കാലത്ത് യാത്ര പുറപ്പെടുവാൻ നേരം മഹർഷി തന്റെ അതിഥേയരോട് ചോദിച്ചു, അവർ ആരുടെ ഗോപാലന്മാരാണെന്നും തങ്ങൾ ഋഷ്യശൃംഖന്റെ ഗോപാലന്മാരാണെന്നും അവിടെ കാണുന്നതെല്ലാം ആ മുനികുമാരന്റെ വകയാണെന്നും അവർ അദ്ദേഹത്തെ അറിയിച്ചു.
വിഭാണ്ഡകൻ അവിടെ നിന്ന് പോയി അദ്ദേഹം സഞ്ചരിച്ച ഇടങ്ങളിലെല്ലാം എല്ലാവരും അദ്ദേഹത്തെ പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തുടരും.